ഈ ദുബായിൽ ഒരു കമ്പനി വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ മുഹമ്മദ് റഫീഖ്, മാനേജിംഗ് ഡയറക്ടർ, GBC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പ്രധാനമായിട്ട് ഒരു കമ്പനി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ കമ്പനി ഏതെല്ലാം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഡീല് ചെയ്യുന്നുണ്ടോ, ബന്ധപ്പെടുന്നുണ്ടോ, ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നെല്ലാം ഒരു ക്ലിയറൻസ് ലെറ്റർ വാങ്ങണം. അതായത് ആ കമ്പനിയിൽ ഫൈനുകളൊന്നും ഇല്ല എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ RTA ആയിട്ട് പ്രധാനമായിട്ടും ബന്ധപ്പെടുന്ന കമ്പനിയാണ്. അപ്പോൾ RTA ഫൈനുകളൊന്നും ഇല്ല എന്നുള്ളൊരു ക്ലിയറൻസ് ലെറ്റർ അവിടുന്ന് നിങ്ങൾ വാങ്ങണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോൺട്രാക്ടിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ ദുബൈ മുനിസിപ്പാലിറ്റിയിൽ ഫൈൻ ഉണ്ടോ അല്ലേ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ എന്തെങ്കിലും ഫൈൻ ഉണ്ടോ, അതുപോലെ തന്നെ ആരുടെയെങ്കിലും എംപ്ലോയീസിന്റെ വിസ പുതുക്കാനുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, AECB റിപ്പോർട്ട് വാങ്ങണം. അതായത് അൽ ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ. ഇതിന്റെ റിപ്പോർട്ടിൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഏതെങ്കിലും ചെക്ക് റിട്ടേൺ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇത്തിസാലാത്ത് പോലത്തെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ദീപ് അങ്ങനത്തെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൊടുക്കാനുണ്ടോ, എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം AECB റിപ്പോർട്ടിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ചെക്കുകൾ റിട്ടേൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അത് കമ്പനിക്ക് എത്ര ബാങ്കുമായിട്ട് റിലേഷൻ ഉണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ AECB റിപ്പോർട്ടിൽ കിട്ടും. അതേപോലെ നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ കുറച്ച് പഴക്കമുള്ള കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ട് നോക്കണം. അപ്പോൾ സാധാരണഗതിയിൽ പിന്നെ എത്ര സപ്ലയർക്ക് ഇത്ര കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഇന്ന് കസ്റ്റമേഴ്സിൻ്റെ ഇത്ര പൈസ കിട്ടാണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് സാധാരണ ഒരു റിപ്പോർട്ടിൽ വരിക. അത്തരം കാര്യങ്ങളൊക്കെയാണ് കമ്പനി സാധാരണ പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ചില ചെറിയ കമ്പനികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഫ്റ്റേരിയ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ സർവീസ്, ഇങ്ങനത്തെ ചെറിയ കമ്പനികളൊക്കെ ചില ആളുകൾ വാങ്ങും. അപ്പോൾ അതിലിപ്പോൾ 10 കൊല്ലമായിട്ട് 15 കൊല്ലമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകൾ ചിലപ്പോൾ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ കമ്പനി വാങ്ങി ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഇവർ റിസൈൻ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്ത് ഇവർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു മൊത്തം കാലയളവിലത്തെ ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ എന്തെങ്കിലും ലീവ് സാലറി കൊടുക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാലറി കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, അതൊക്കെ ഈ വാങ്ങുന്ന ആൾ ലയബിൾ ആകും. അപ്പോൾ ആ കാര്യങ്ങളും കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേപോലെ കുറച്ച് മുന്നേ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതും എന്നപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുമായിട്ടുള്ള കാര്യമാണ് ഈ കമ്പനിയുടെ ലാസ്റ്റ് 5 വർഷത്തെ അക്കൗണ്ട്സ് റിപ്പോർട്ട് നിങ്ങൾ നോക്കുന്നത്. അതായത് എല്ലാ ഡോക്യുമെൻറ്റും, അക്കൗണ്ട്സിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ FTA ഏത് സമയത്തും ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവസാനത്തെ 5 വർഷത്തെ അക്കൗണ്ട്സ് റിപ്പോർട്ട് വാങ്ങുന്ന ആള് കൊടുക്കേണ്ടി വരും, കമ്പനി ഓണർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ പുതിയത് വാങ്ങിയതാന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ അതിന്മേൽ വരുന്ന എല്ലാ ലയബിലിറ്റീസിനും നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ അവസാനത്തെ 5 വർഷത്തെ അക്കൗണ്ട്സ് റിപ്പോർട്ടും അതുപോലെ VAT, കോർപ്പറേറ്റ് ടാക്സ് ഇതൊക്കെ ഫയൽ ചെയ്തതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതായത് ആക്ച്വലായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം തന്നെയാണോ നിങ്ങൾ FTA ഡാറ്റ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി നോക്കുന്നത് വളരെ നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ വേറെയും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തുണ്ടാവും, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസിന് കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് മുഹമ്മദ് റഫീഖ്, സൈനിങ് ഓഫ്.